Okay, let's go. Hello my dears, welcome back to my channel. അപ്പോൾ today I am going to share with you something luxurious എന്ന് പറയുമ്പോൾ ലണ്ടനിലെ തന്നെ ഏകദേശം 330 വർഷം പഴക്കമുള്ള 1707 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോർട്ട്നം മെയ്സൺ എന്ന് പറയുന്ന ഒരു ലക്ഷറിയസ് ഷോപ്പിംഗ് മാളുണ്ട്. ആ മാളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ലക്ഷറി എന്ന് പറയുമ്പോൾ ഇത് ചില്ലറ ലക്ഷറി ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് ആക്ച്വലി സംതിങ് റോയൽ. അതായത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. അതായത് നമ്മളുടെ ബക്കിംഗ്ഹാം പാലസിലെ ഗാർഡൻ ഗ്രോൺ ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ഫോർട്ട്നം മെയ്സൺ ഷോപ്പിംഗ് മാളിൽ സെല് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ റോയൽ ഷോപ്പിംഗ് ഓൾസോ ഹാപ്പനിങ് ഹിയർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. So yeah, let's see what luxury is inside Fortnum and Mason. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കണ്ണ് തള്ളിപ്പോയ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഹെയറിലൊക്കെ കിട്ടുന്ന ബണ്ണാണ്, തുണി കൊണ്ടുണ്ടാക്കുന്നത്. അതിൻ്റെ വില വന്നിട്ട് 20 pounds ആണ്. അതായത് നമ്മുടെ നാട്ടിലെ 2000 രൂപ. എന്താ അല്ലേ? അതുപോലെ ഈ കാണുന്ന ഷർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസ് ഈസ് ആക്ച്വലി 750 pounds, വിച്ച് മീൻസ് 75,000, അറൗണ്ട് 75,000 ഇന്ത്യൻ റുപ്പീസ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാണുന്നത് AK-47 ആണെന്നാണ്. പിന്നെ ഈ സൈഡ് നോട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പിഗിൻ്റെ പ്രിസേർവ്ഡ് ആയിട്ടുള്ള ഹോൾ ലെഗ് ആണെന്ന്. പിന്നെ ഹൈലൈറ്റ് ആണെന്നറിയാമോ, ഇതിൻ്റെ പ്രൈസാണ്, വിച്ച് ഇസ് 850 pounds, അതായത് 75,000 ഇന്ത്യൻ റുപ്പി ഏകദേശം. ഞെട്ടിയോ? ഞാൻ എന്തായാലും ഞെട്ടി. ഇനി ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാക്ഷാ ലൂയിസ് 13 റെമി മാർട്ടിൻ ഓൾ ദ വേ ഫ്രം ഫ്രാൻസ് 3 liter ബോട്ടിൽ. ഇത് ഏതോ തരം ഒരു ലിക്കറാണ്, എനിക്കറിയില്ല ഏത് തരത്തിലുള്ള ലിക്കറാണെന്ന്. ഇതിൻ്റെ പ്രൈസ് ഈസ് ആക്ച്വലി, ഓഫ് മൈ ഗോഡ്, 24,000 pounds, വിച്ച് ഈസ് 24 ലക്ഷം രൂപ. എന്തായാലും ഇനിയും നിങ്ങൾ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി മാൾ. ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഹിസ്റ്ററി ആരംഭിക്കുന്നത് 1707 ഹ്യൂ മെയ്സൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബിസിനസ് മാൻ, പുള്ളിയുടെ വീട്ടിലെ സ്പെയർ റൂമിൽ തന്നെ പുള്ളി ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് വില്യം ഫോർട്ട്നം എന്ന് പറയുന്നൊരു വലിയ ബിസിനസ് മാൻ ലണ്ടനിലേക്ക് വരുന്നത്. 1666 ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടന് ശേഷം ലണ്ടനിലെ കൺസ്ട്രക്ഷൻ വർക്കുകളും റിനോവേഷൻ വർക്കുകളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ഈ ഹ്യൂ മെയ്സണും വില്യം ഫോർട്ട്നും കൂടെ കണ്ടുമുട്ടുന്നു. ദെൻ അവർ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഫോർട്ട്നം ആൻഡ് മെയ്സൺ എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുന്നു.
ഈ കാണുന്ന സ്നാക്കിൻ്റെ പേരാണ് സ്കോച്ച് എഗ്സ്. ബോയിൽഡ് എഗ്ഗ് സോസേജ് കൊണ്ട് റാപ്പ് ചെയ്ത് ഫ്രൈഡ് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കാണിത്. വേൾഡിലെ ഫസ്റ്റ് സ്കോച്ച് എഗ്ഗ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫോർട്ട്നമാൻ മേസമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കാണുന്ന ഈ ടീ പൗഡേഴ്സിനും ഉണ്ട് ഒരു റോയൽ ഹിസ്റ്ററി ആൻഡ് ആൻ ഇന്ത്യൻ കണക്ഷൻ. എന്താണെന്നല്ലേ, 1902 കിങ് എഡ്വേർഡ് ഒരു ഉത്തരവിട്ടു, വേൾഡിലെ ഫൈനസ്റ്റ് ടീ പുള്ളിക്ക് വേണമെന്ന്. ബ്രിട്ടനിലെ റോയൽ ബ്രാൻഡ് മേക്കേഴ്സിന് അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവരെന്ത് ചെയ്തു, അവർ ഇന്ത്യയിൽ നിന്നും ആസാം ടീയും പിന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ഫ്ലവറി പിക്ക് എന്ന് പറയുന്ന ഒരു ടീ ബ്രാൻഡും കൂടെ ബ്ലെൻഡ് ചെയ്തു. ആൻഡ് ദെൻ ദാറ്റ് റോയൽ ബ്ലെൻഡ് കിങ്ങിന് ഗിഫ്റ്റ് ചെയ്തു. ഇവിടുത്തെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആഫ്റ്റർനൂൺ ടീ. 2012 ക്യൂൻ എലിസബത്ത് ഇനാഗുറേറ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഡയമണ്ട് ജൂബിലി ടീ സലൂൺ. ആഫ്റ്റർനൂൺ ടീ നോർമലി കംസ് അപ്പ് വിത്ത് സാൻഡ്വിച്ചസ്, സ്കോൺസ് വിത്ത് ക്ലോട്ടഡ് ക്രീം ആൻഡ് ജാം, പിന്നെ സ്വീറ്റ് പേസ്ട്രീസ്, കേക്ക്സ്, ഇതൊക്കെ വെച്ചിട്ട് വിത്ത് എ വാം ഹോട്ട് പോട്ട് ഓഫ് ടീ ആയിട്ടാണ് ആഫ്റ്റർനൂൺ ടീ വരുന്നത്, വിച്ച് വിൽ നോർമലി ഹാപ്പൻസ് ബിറ്റ്വീൻ 4 PM and 7 PM.